സിനിമയിലോട്ടോ നമ്മൾ വരില്ല. കാരണം ഞങ്ങള് ആരുമില്ല സിനിമയിൽ. നമുക്ക് നമ്മൾ സിനിമയെ പറ്റി എല്ലാം മോശമായ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അയ്യോ അതെങ്ങനെയാണ് നമുക്ക് പറ്റുന്ന ഇൻഡസ്ട്രി ആണോ, അത് സേഫ് ആണോ, അങ്ങനെയൊക്കെ വളരെയധികം നമുക്ക് പേടിയുണ്ടായിരുന്നു. അപ്പോൾ സിനിമ തന്നെ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ വന്ന് 3-4 ഓഫറൊന്നും നമ്മൾ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവസാനം നമ്മൾ ചെയ്യാനുണ്ടായി. അത് കഴിഞ്ഞിട്ട് തെലുങ്കിലേക്കാണ് നമ്മൾ ഇറങ്ങി ഫസ്റ്റ് വരുന്നത്, തെലുങ്കിലേക്കാണ്. അപ്പം നമ്മൾ പറഞ്ഞു ഇല്ല, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഭാഷ പ്രശ്നം, ഹൈദരാബാദ് അത്രയും ദൂരം പോകണം, വരുന്നില്ല പറഞ്ഞു. പിന്നെ അത് പക്ഷേ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത്രയും വലിയ ബാനറിനാണ് നമ്മളെ വിളിക്കുന്നത്. രാമോജി റാവു ഫിലിം സിറ്റിയുടെ അവരുടെ ഉഷാക്കിരൺ മൂവീസിൻ്റെ മൂവിയിലോട്ടാണ് നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ അത് അവിടുത്തെ അത്രയും വലിയ ബാനറാണെന്ന് നമുക്കറിയുന്നില്ല. അപ്പം നമ്മൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കമൽ സാറാണ് അങ്ങനെ വിളിച്ച് പറഞ്ഞത്, എൻ്റെ ഒരു പടം അടുത്തതിനി അവരാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാം, നിങ്ങൾക്ക് ഈ അറിയാണ്ടാണ് ഇവരുടെ ഈ പ്രൊഡക്ഷൻ ഹൗസിനെ പറ്റിയിട്ട് അറിയാത്തത് കൊണ്ടാണ് നിങ്ങളത് പറയുന്നത്, വളരെ സേഫാണ് അങ്ങനെ പറഞ്ഞപ്പോൾ നമുക്കൊരു എന്നാൽ നോക്കാം എന്നുള്ളതിൽ അങ്ങനെ അവർ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. നമ്മളങ്ങനെ അവിടെ എത്തി, രാമോജി റാവു ഫിലിം സിറ്റിയിലെത്തി. അവിടെ എത്തിയപ്പോൾ എന്താ, അവിടെയുള്ള എല്ലാ മിക്ക ആൾക്കാരും മലയാളികളാണ്. അവിടെ എത്തിയപ്പോൾ അവിടെ ആ സിനിമയുടെ ഞാൻ ചെയ്ത ആ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ അജയ് വിൻസെൻ്റ് എന്ന് പറഞ്ഞിട്ട് പണ്ടത്തെ വിൻസെൻ്റ് മാഷിൻ്റെ മോൻ ജയാനൻ വിൻസെൻ്റെ ബ്രദറാണ്. അപ്പോൾ ആ ചേട്ടനാണ്. അപ്പോൾ അജയ് സാറ് ഇങ്ങനെ മലയാളത്തിൽ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരണു, അത് പറയണു, എല്ലാം ചെയ്യണു. അപ്പോൾ ഒരു ചെറിയൊരു സന്തോഷമായി. ഓക്കെ, മലയാളി. അപ്പോൾ ക്യാമറാമാൻ തന്നെ അപ്പോൾ എപ്പോഴും നമ്മുടെ കൂടെയുള്ള ഡയറക്ടറും ക്യാമറാമാനും നമ്മുടെ കൂടെ ഫുൾ ടൈം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഉള്ളവർ. അപ്പോൾ ക്യാമറാമാൻ മലയാളിയാണ്. അത് കഴിഞ്ഞ് ചെയ്തു. അപ്പോൾ വലിയ കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ച് ഒരു സ്ക്രീൻ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് വന്ന് അവർ ചെയ്യാൻ കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ പൊള്ളാച്ചിയാണെന്ന് തോന്നുന്നു അത് ഷൂട്ട് ചെയ്ത് ആദ്യം ഷൂട്ടിംഗ് തുടങ്ങിയത് അതിരപ്പള്ളി ഓർ പൊള്ളാച്ചി എവിടെയോ. ഡയലോഗുള്ള സീൻ വരുന്നത് ആലപ്പുഴയോ എവിടെയോ വെച്ചിട്ടാണ്. അതുവരെ സോങ്സ് ആണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതത്ര വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. ഡയലോഗിലോട്ട് കിടക്കുന്ന തലേ ദിവസം അസിസ്റ്റന്റ് ഡയറക്ടർക്ക് തെലുങ്ക് മാത്രമേ അറിയുള്ളൂ. ആ പുള്ളിക്കാരൻ ഗോപിചന്ദ് മലിനേനി എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇപ്പോൾ അവിടുത്തെ തെലുങ്കിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡയറക്ടർ, വലിയ ടോപ്പ് ഡയറക്ടേഴ്സ് ആണ്. അന്ന് ഈ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന ഈ ഗോപിചന്ദ്. ഗോപിക്ക് വേറെ ഒരു ഭാഷ അറിയില്ല. അപ്പോൾ ഗോപി എങ്ങനെയൊക്കെയോ എനിക്ക് അവരുടെ ഭാഷയിൽ അതൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. മുറി ഇംഗ്ലീഷിലൊക്കെ എനിക്ക് ട്രാൻസ്ലേറ്റ് ഇങ്ങനെ അത് പറഞ്ഞ് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, പുള്ളിക്കാരൻ ഞാനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഞാൻ മലയാളത്തിൽ ഇത് എഴുതിയെടുത്തു. 2-3 പേജ് ഡയലോഗൊക്കെ എഴുതിയെടുത്ത് കഴിഞ്ഞ് ഞാനിത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ആൾ പോയി പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ട് എനിക്കൊരു രക്ഷയില്ല. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ നമുക്ക് പോവാം, എനിക്കിവിടെ നിൽക്കണ്ട, എനിക്ക് പറ്റില്ല, ഇതെനിക്ക് പറയാൻ പറ്റില്ല, സ്ഥലം വിടാം എന്ന് പറഞ്ഞു. അപ്പം അമ്മയ്ക്കും ടെൻഷനായി. കാരണം സോങ്ങൊക്കെ ഷൂട്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഇതിലോട്ട് എത്തി. അല്ലെങ്കിൽ നമുക്ക് വാങ്ങിയ കാശ് മടക്കി കൊടുക്കാം, അല്ല ഇതെന്താ ചിലവായെന്ന് വെച്ചാൽ നമുക്ക് അച്ഛനോട് പറഞ്ഞ് അത് സെറ്റിൽ ചെയ്യാൻ, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പം ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അതിൽ തന്നെ ഒരു കൊമേഡിയൻ, അദ്ദേഹം ഇപ്പോൾ മരിച്ചുപോയി പാവം, വേണു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വേണു ചേട്ടൻ എൻ്റെ അമ്മ അവിടെ ഹൈദരാബാദിലുള്ളതാണ്, അച്ഛൻ മലയാളിയായിരുന്നു, ഡോക്ടറായിരുന്നു. അപ്പോൾ വേണുചേട്ടൻ നമ്മളെ കാണുമ്പോൾ എല്ലാവരും വന്ന് പരിചയപ്പെടുമ്പോൾ ഞാൻ ഹാഫ് മലയാളിയാണ് ഒക്കെ അങ്ങനെ എല്ലാവരും പറയും. അപ്പോൾ അന്ന് ഈ വേണുചേട്ടൻ പറഞ്ഞിരുന്നു ഞാൻ ഹാഫ് മലയാളിയാണ് എന്ന് പറഞ്ഞിങ്ങനെ കുഞ്ചു മലയാളത്തിൽ സംസാരിക്കുമായിരുന്നു. അപ്പോൾ അമ്മ റിസപ്ഷനെ വിളിച്ചിട്ട് വേണുചേട്ടനെ വിളിച്ചു, ഇവളിത് ഇപ്പോൾ ഇവിടുന്ന് പോകണമെന്നാണ് പറയണേ, ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ, വന്നിട്ട് ഇത് എന്താണെന്നൊന്ന് പറഞ്ഞു കൊടുക്കുമോ എന്ന് ചോദിച്ചു. പുള്ളിക്കാരൻ അപ്പം തന്നെ മുറിയിൽ വന്നു. എനിക്ക് പിന്നെ ഇതിരുന്ന് അറിയുന്ന മലയാളത്തിൽ അത്യാവശ്യം മലയാളം പറയും വേണുചേട്ടൻ, എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എനിക്ക് ഇതാണ് എന്ന് പറഞ്ഞു തന്നു. എന്നിട്ട് ഞാൻ ഇരുന്ന് പഠിച്ചു. അർത്ഥം മനസ്സിലാക്കി ഞാനിരുന്ന് പഠിച്ചപ്പോൾ എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. അങ്ങനെയാണ് എൻ്റെ തെലുങ്ക് സിനിമയുടെ കഥ. ഞാൻ അവിടെ പോയി ഡയലോഗ് കണ്ട് ഞാൻ മടങ്ങി വരാനായിട്ടിരുന്ന ആളാണ്. ഇപ്പോൾ സംസാരിക്കുന്ന സമയത്തൊക്കെ ഇംഗ്ലീഷ് വാക്കുകൾ അധികം കടന്നു വരുന്നില്ല. നിങ്ങൾ അമേരിക്കയിൽ ജീവിക്കുമ്പോഴും ഈ മലയാളം എങ്ങനെ ഇത്രയും നന്നായിട്ട് കീപ്പ് ചെയ്യണം? എനിക്ക് മലയാളം സംസാരിക്കുന്നവരുടെ അടുത്ത് മലയാളത്തിൽ സംസാരിക്കുന്നതാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യം. പിന്നെ വീട്ടിൽ സ്ട്രിക്റ്റ് ആയിട്ട് മലയാളത്തിൽ നമ്മൾ സംസാരിക്കൂ, കുട്ടികളുടെ അടുത്തായാലും
അപ്പോൾ അത് എന്നെക്കാളും കൂടുതൽ എൻ്റെ ഹസ്ബൻഡിനാണ് നിർബന്ധം. ഓ ഇത്തിരി ടൂ മച്ച് ആണെന്ന് പറയും ഞാൻ. കുട്ടികളുടെ അടുത്തൊക്കെ പറയുമ്പോൾ തീരെ അവർ തമ്മിലിപ്പോൾ ഇംഗ്ലീഷിലോട്ട് ഇങ്ങനെ സ്വിച്ച് ചെയ്യും, അവർ മാത്രം സംസാരിക്കുമ്പോൾ. പക്ഷെ അതുപോലും നമ്മുടെ അവിടെ ചെയ്യരുത് എന്നാണ് വീട്ടിൻ്റെ ഉള്ളിൽ. അങ്ങനെയാണ് ഇത് കീപ്പ് അതെ നമ്മൾ എടുത്ത് സംസാരിക്കേണ്ട ഒരു പേരാണ് കമൽ സാറിൻ്റെ. കാരണം അന്നൊരു ക്യാമ്പസ് സിനിമ നമ്മൾ ജോർജ് സാറിന്റെ സിനിമയിലൊക്കെ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് സാർ മാസിനെ വെച്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ആ കഴിഞ്ഞിട്ട് മറ്റൊരു ഇറയിൽ വന്നിട്ട് ഈ കുട്ടികളെ കുറേ പേരെ വെച്ച് ഒരു വലിയൊരു സിനിമയിൽ അവരെല്ലാവരെയും മുഖം ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാന്ന് പറയുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിലല്ല, ഫോക്കസ് ഔട്ട് അല്ല, ഫോക്കസിൽ തന്നെ ചെയ്യുന്ന ഒരു വലിയ പരിപാടിയാണ്. തലവേദന കൊണ്ട് നിൽക്കാൻ പറ്റാത്തൊരു സംഭവം, മാനേജ് ചെയ്യാൻ വലിയ പാടാണ്. നിങ്ങളെ പോലെ പുതിയ കുറെ ആർട്ടിസ്റ്റ് അതിന്റെ കൂടെ ഞങ്ങളും. ഇത് സാർ എങ്ങനെയാ സെറ്റിൽ ഇത് മാനേജ് ചെയ്തത്? കമൽ സാറ് പറഞ്ഞൊരു ഇത് ഓർമ്മയുണ്ട്. പുള്ളിക്കാരൻ്റെ ഒരു നിർബന്ധമായിരുന്നു ക്യാമ്പസ് പടത്തിൽ ഇപ്പം ഡാൻസ് കളിക്കാൻ, ഇപ്പം ഒരു സോങ്ങിൽ ഡാൻസ് കളിക്കാൻ വരുന്നവരായാലും ശരി, അതിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളായാലും ശരി, എനിക്ക് റിയൽ ക്യാമ്പസിലുള്ള ആ പ്രായത്തിലുള്ള കുട്ടികൾ വേണം എന്നുള്ളത് എൻ്റെ ഈ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഞാൻ കമൽ സാറ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ അതെൻ്റെ ഒരു നിർബന്ധമായിരുന്നു. അല്ലാതെ ഒരു ക്യാമ്പസ് പടത്തിൽ പ്രായം കൂടി ആൾക്കാർ ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികളായി നടക്കുന്നതോ അല്ലെങ്കിൽ ഡാൻസ് ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സായിട്ടോ എനിക്ക് വേണ്ട എന്നിങ്ങനെ പുള്ളിക്കാരൻ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രിവാൻഡ്രം തൊട്ടിട്ട് കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കുട്ടികളെ ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർ അത് സെറ്റിംഗ് ഉണ്ടാക്കി എടുക്കാനായിട്ട്. അങ്ങനെ കുട്ടികളെ ഇവിടുന്ന് വയനാട്ടിൽ നിന്നൊക്കെ കുട്ടികൾ വരുമായിരുന്നു. അതിലെൻ്റെ ഫ്രണ്ടായിട്ട് അഭിനയിച്ച ഒരു കുട്ടി, ആ കുട്ടി കാസർഗോഡ് നിന്നാണ് വന്നത്. അപ്പോൾ എല്ലാം ഓൾ ഓവർ കേരളയിൽ നിന്ന് ഇവർ നല്ല യങ്സ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഒരുപാട് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഈ ഇപ്പോൾ ഉള്ള ഷൈൻ ടോപ്പ് ജാക്കും ഒക്കെ അതിൽ അസിസ്റ്റന്റ് ആയിരുന്നു. പിന്നെ സുഗീത് ആ ചേട്ടനും പിന്നെ ഇൻഡിപെൻഡന്റ് ഡയറക്ടറായല്ലോ. പിന്നെ ഒരുപാട് പേര് അതിൽ. അപ്പം എനിക്ക് ഒരു സന്തോഷമാണ്. ഇവരെല്ലാം സിനിമ ഷൂട്ട് ചെയ്ത് ഞാനിങ്ങനെ പേര് കാണുമ്പോൾ ഈ പേര് എനിക്കറിയാലോ, ഇതാരാണ് എന്നിട്ട് ഞാനൊന്നിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയാൽ പിന്നെ ഇവരുടെ ഇൻ്റർവ്യൂ എന്തെങ്കിലും കാണുമ്പോൾ എനിക്കറിയാം, ഓ ഇത് നമ്മുടെ കൂടെ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്, കമൽ സാറിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു അല്ലെങ്കിൽ അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി. കാരണം അന്നൊക്കെ ഇവർ വളരെ യങ് ആയിരുന്നു, നമ്മുടെയൊക്കെ പോലെ തന്നെ യങ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അങ്ങനെ അവരെല്ലാവരും കൂടി മാനേജ് ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞങ്ങളും ഇങ്ങോട്ടും നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും നോക്കി നിൽക്കുന്ന കുറച്ച് ടീംസും ആയിരുന്നു. പക്ഷേ കമൽ സാറിൻ്റെ ടെമ്പർ ഒരിക്കലും ലൂസ് ചെയ്യില്ലായിരുന്നു. സോ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സെറ്റിൽ എന്ത് ടെൻഷൻ എന്തുണ്ടെങ്കിലും നമ്മളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന രീതി വളരെ ഹാപ്പിയായി തമാശയൊക്കെ പറഞ്ഞ് കംഫർട്ടബിൾ ആക്കിയിട്ട്. കാരണം പുള്ളിക്കാരനെ അറിയാം, 2 ഡോസ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്സെറ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത് നമ്മുടെ മുഖത്തുനിന്ന് വരില്ല. പിന്നെ പെൺകുട്ടികളല്ലേ, കരയാനൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഭയങ്കര കൂളായിട്ടായിരുന്നു ഹാൻഡിൽ ചെയ്തിരുന്നത്. അന്ന് എനിക്കത് അറിയില്ലായിരുന്നു. ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ എനിക്കറിയാമോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ സിനിമയെ അങ്ങനെ ആ സിനിമയാക്കി എടുക്കാനായിട്ട്. പക്ഷെ കുറച്ചുകൂടെ സിനിമ പഠിച്ചപ്പോഴാണ് സിനിമയിൽ നിന്ന് വിട്ടുപോകുന്നത്. അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് എന്തായിരുന്നു മനസ്സിനകത്തുണ്ടായിരുന്നു? ആ സമയത്ത് ഇപ്പോൾ സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയാണ്, സിനിമ ഇഷ്ടപ്പെട്ട് വന്നതല്ലെങ്കിലും സിനിമ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പടങ്ങളിലൊക്കെ അത്യാവശ്യം പടങ്ങളൊക്കെ വിജയിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മാറുക എന്ന് പറയുന്നത് ഇപ്പോഴോ ഇല്ലെങ്കിൽ അന്നോ പിൽക്കാലഘട്ടത്തിലോ ഒക്കെ ആലോചിക്കുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള തോട്ട് എന്താണ്? ഞാൻ സിനിമയിൽ നിന്ന് മാറാന്ന് വെച്ചാൽ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു ഒരു ഡിഗ്രി കഴിയുന്നത് വരെയൊക്കെ സിനിമ ചെയ്താൽ മതി, അത് കഴിഞ്ഞാൽ പിന്നെ ഹയർ സ്റ്റഡീസും കാര്യങ്ങളായിട്ട് സിനിമയിൽ നിന്ന് മാറണം, അല്ലാതെ ഇതൊരു പ്രൊഫഷനാക്കി എടുക്കണ്ട എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് പടം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എടുത്തൊരു ഡിസിഷനാണ്. ഞാൻ അതിനെ ഫോളോ ചെയ്യാണ്. ആ ഡിസിഷൻ പ്രാവർത്തികമാക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഡിഗ്രി ഫൈനൽ ഇയർ ആയിരുന്നു. ഞാൻ സിനിമ നിർത്തുന്ന സമയത്ത് എൻ്റെ ഡിഗ്രി ഫൈനൽ ഇയർ ഞാൻ ചെയ്തു. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് പോയി ഹയർ സ്റ്റഡീസ് ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ഞാൻ പിന്നെ ELTS ഒക്കെ എഴുതി അതിനൊക്കെ പ്രിപ്പറേഷൻ ക്ലാസ്സൊക്കെ പോയി അതെല്ലാം പ്രിപ്പയർ ചെയ്ത് എന്ത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് തുടങ്ങി. ഓസ്ട്രേലിയയോ എവിടെയെങ്കിലും ഒന്ന് പോകണം, എന്ത് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഡിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛന് ഒരു ടെൻഷൻ, ഒറ്റയ്ക്ക് വിദേശ രാജ്യത്ത് വിട്ട് പഠിക്കാൻ. അപ്പം അച്ഛൻ്റെ ബുദ്ധിയിൽ തോന്നിയ, കാരണം എനിക്ക്
സാധാരണ നമ്മളൊരു 20 ഇയേഴ്സിലാണ് ഡിഗ്രി കഴിയുന്നതെങ്കിൽ എനിക്കത് കുറച്ചുകൂടി ലോങ്ങറായി. കാരണം എൻ്റെ തെലുങ്കും തമിഴും കന്നഡയും പടങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു മലയാളത്തിലില്ലെങ്കിലും. അപ്പം എനിക്ക് ആ 3 ഇയേഴ്സിൽ എനിക്ക് എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പം ഞാൻ ബ്രേക്ക് എടുത്ത് എൻ്റെ കമ്മിറ്റ്മെൻറ്റ്സ് കാരണം എൻ്റെ കുറച്ചുകൂടി ലോങ്ങറായിട്ടാണ് ഒരു 4 ഇയേഴ്സൊക്കെ കഴിഞ്ഞു എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പം ഞാൻ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഇതാണ് ചെയ്തത്. അപ്പം ഡിഗ്രി ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്രയും സമയം കഴിഞ്ഞു. അപ്പോൾ പിന്നെ അച്ഛൻ തോന്നി ഓക്കെ ദെൻ 21 കഴിഞ്ഞു. അന്ന് അങ്ങനെയായിരുന്നു. ഇന്നത്തെ കുട്ടികൾ 28ഉം 30-ലൊക്കെയാണ് കല്യാണം കഴിക്കുന്നത്. പക്ഷെ അന്ന് 21 ആയിരുന്നു അന്നത്തെ ആ ഒരു സമയം. ഇപ്പോൾ ദെൻ ഓക്കെ കല്യാണം കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവൾക്ക് അവിടെ പഠിക്കാം, അങ്ങനെ കണ്ടിന്യൂ ചെയ്യാമല്ലോ, അപ്പോൾ സേഫ് ആണല്ലോ, ഒരാളുടെ കൂടെ ആണല്ലോ എന്നുള്ളതിൽ അങ്ങനെ കല്യാണം നടന്നു. അല്ലാണ്ട് അപ്പം സിനിമ ആ സമയത്ത് വിടും, ഡിഗ്രി കഴിയുന്നതോടുകൂടി നമ്മൾ നിർത്തും എന്നുള്ളത് അതൊരു ഡിസിഷൻ ഓൾറെഡി എടുത്തത് തന്നെയായിരുന്നു. അപ്പോൾ വന്നിട്ടുള്ള ഏതെങ്കിലും സിനിമ ഓർമ്മയുണ്ടോ? ആ സമയത്ത് കനകസിംഹാസനം എന്ന് പറഞ്ഞ സിനിമയൊക്കെ വന്നിരുന്നു. പിന്നെ തമിഴിൽ ഏതൊക്കെയോ വന്നിരുന്നു. എനിക്ക് അതൊന്നും അന്ന് പേരൊന്നും ഇട്ടിരുന്നില്ല. പേരിടാത്ത ഏതൊക്കെയോ സിനിമകളൊക്കെ വന്നിരുന്നു. പിന്നെ ഏതാണ് കുറച്ചൊന്നും ഓർമ്മയൊന്നുമില്ല ഏതൊക്കെയാണ്. ഇത് മാത്രമേ ഓർമ്മയുണ്ട്. കാരണം ഈ കനകസിംഹാസനം വരുന്നത് എൻ്റെ കല്യാണം ഫിക്സ് ചെയ്ത ശേഷം, അതുകൊണ്ടാണ് അത് ഓർമ്മ. അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ സൂരജിൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു പടം ഇങ്ങനെ ഞാനിങ്ങനെ സൂരജായിട്ട് ഡിസ്കസ് ചെയ്തൊരു ഓർമ്മയുണ്ട്. പിന്നെ ബാക്കിയൊന്നും അത്ര ഓർമ്മയില്ല.